ആരായിരുന്നു ആ കൊലയാളികൾ? എന്തിനായിരുന്നു അവരത് ചെയ്തത്? ഇന്ത്യയുടെ ഉരുക്കു വനിതയുടെ അവസാന ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് പരിശോധിക്കാം. ഇന്ദിരാഗാന്ധിയുടെ വധത്തിലേക്ക് നയിച്ച പ്രധാന കാരണം മനസ്സിലാക്കാൻ നമ്മൾ കുറച്ചു മാസങ്ങൾ പിന്നോട്ടു പോകണം. 1984 ജൂൺ മാസം. ഖാലിസ്ഥാൻവാദിയായ ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ സായുധരായ സിഖ് തീവ്രവാദികൾ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ തമ്പടിച്ചിരുന്നു. അവരെ അവിടെ നിന്ന് പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഈ ഓപ്പറേഷൻ വിജയകരമായിരുന്നെങ്കിലും സുവർണക്ഷേത്രത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇത് സിഖ് മതവിശ്വാസികളുടെ വികാരത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. തങ്ങളുടെ ഏറ്റവും പുണ്യസ്ഥലം ആക്രമിക്കപ്പെട്ടതിൽ അവർ രോഷാകുലരായിരുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവരുടെ സുരക്ഷാസംഘത്തിലെ സിഖ് വംശജരായ അംഗരക്ഷകരെ മാറ്റി നിർത്താൻ ഉപദേശവും ലഭിച്ചു. എന്നാൽ ഇന്ദിരാഗാന്ധി അത് നിരസിച്ചു. എനിക്കെന്റെ അംഗരക്ഷകരെ വിശ്വാസമാണ് എന്നായിരുന്നു അവരുടെ നിലപാട്. 1984 ഒക്ടോബർ 31 രാവിലെ 9 മണി ഇന്ദിരാഗാന്ധി തന്റെ വസതിയിൽ നിന്ന് തൊട്ടടുത്തുള്ള ഓഫീസിലേക്ക് ഒരു ഇന്റർവ്യൂവിനായി നടന്നുപോകുകയായിരുന്നു. തന്റെ ഔദ്യോഗിക അംഗരക്ഷകരായ ബിയാന്ത് സിംഗും സത്വന്ത് സിംഗും കാവൽ നിന്നിരുന്ന ഗേറ്റിനരികിലൂടെയാണ് അവർ പോയത്. അവർ ഗേറ്റിനടുത്തെത്തിയപ്പോൾ ബിയാന്ത് സിംഗ് തന്റെ റിവോൾവർ ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധിക്ക് നേരെ വെടിയുതിർത്തു. പിന്നാലെ സത്വന്ത് സിംഗ് തന്റെ മെഷീൻ ഗൺ ഉപയോഗിച്ച് നിർത്താതെ വെടിയുതിർത്തു. 30-ലധികം വെടിയുണ്ടകളാണ് അവരുടെ ശരീരത്തിൽ തറച്ചത്. ഉടൻ തന്നെ അവരെ ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. മണിക്കൂറുകളോളം ഡോക്ടർമാർ പൊരുതിയെങ്കിലും ഉച്ചയ്ക്ക് 2:20 മരണം സ്ഥിരീകരിച്ചു. വൈകുന്നേരത്തോടെ അഖിലഭാഷവാണിയിലൂടെ രാജ്യം ആ വാർത്തയറിഞ്ഞു. ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ചു. ഈ കൊലപാതകത്തിന് ശേഷം രാജ്യത്ത് വലിയൊരു ദുരന്തം കൂടി നടന്നു. ഡൽഹിയിലും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ആയിരക്കണക്കിന് നിരപരാധികളായ സിഖുകാർ ആ കലാപത്തിൽ കൊല്ലപ്പെട്ടു. ഉപസംഹാരം: ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ പേരിൽ തുടങ്ങിയ പക രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ജീവനെയെടുത്തു. അത് പിന്നീട് ആയിരക്കണക്കിന് നിരപരാധികളുടെ മരണത്തിലേക്കും നയിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ടതും രക്തം പുരണ്ടതുമായ ഒരധ്യായമായി ഇന്ദിരാഗാന്ധിയുടെ വധം ഇന്നും നിലനിൽക്കുന്നു. ഈ ചരിത്ര സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ചരിത്രപരമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.